അള്ളാഹു ബഹുമാനിച്ചതിനെയെല്ലാം ബഹുമാനിക്കണം. ശഅബാൻ 15-ാം രാവ് പ്രത്യേകം ബഹുമാനമുള്ള ഒരു രാവാണ്. അതുകൊണ്ട് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുആക്ക് ഉത്തരം ലഭിക്കുന്ന രാവാണ്. ലൈലത്തുൽ ബറാഅത്ത് എന്ന് നമ്മൾ പറയും. ആ രാത്രിയിൽ മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടക്ക് 3 യാസീൻ ഓതുന്ന പതിവ് മുൻഗാമികളായ മഹാന്മാർക്കുണ്ട്. സൂറത്ത് യാസീൻ ഒരു സാധാരണ സൂറത്തല്ല. ആ സൂറത്തിന് വലിയ മഹത്വമുണ്ട്. മൻ ഖറഅ സൂറത യാസീൻ കതബല്ലാഹു ലഹു ഖിറാഅത്തുൽ ഖുർആനി 10 മർറാത്ത്. 10 തവണ ഖുർആൻ ഓതിയ പ്രതിഫലം മഹത്വം ഒരു യാസീനോത്തിനുണ്ടെന്നല്ലേ ഹദീസിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ മുഅ്മിനീങ്ങൾ അതാ മരിച്ച വീട്ടിലും ഖബറിന്റെ സമീപത്തും പല സ്ഥലത്തും യാസീൻ ഓതുന്നത്. അതിന്റെ പുറമെ യാസീൻ ഓതിയാൽ ഉദ്ദേശ സാഫല്യമുണ്ടാകുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഗ്രിബ് ഇശാഇന്റെ ഇടയ്ക്ക് ഒരു കൊല്ലത്തെ ബജറ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കൊല്ലം ഈ ഭൂമിലോകത്ത് എങ്ങനെയാണ് ഭരണം നടത്തേണ്ടതെന്ന് ഭൂമിയിലുള്ള ഭരണ വിഷയങ്ങൾ ഏൽപ്പിക്കപ്പെടുന്ന മലക്കുകൾ, ആ മലക്കുകളെ സംബന്ധിച്ചാണ് വൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവരെ തന്നെയാണ് സത്യമെന്ന് പറഞ്ഞതെന്ന് പല തഫ്സീറിലും കാണാം. അതേപോലെ തന്നെ ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറിൽ ചില മഹാന്മാരായ ഔലിയാക്കൾക്കും ചില നിയന്ത്രണങ്ങളുണ്ടെന്ന് രേഖപ്പെടുത്തിയത് കാണാം. അതൊന്നും നിഷേധിക്കാൻ പോകേണ്ടതില്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ ഉദ്യോഗം ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ, ആ മലക്കുകൾ അവരുടെ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ എന്തെല്ലാമാണ് ഈ വർഷത്തിൽ ചെയ്യേണ്ടതെന്ന് മലക്കുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ ഒന്ന് കാണിച്ചു കൊടുക്കുന്ന ദിവസമാണ് ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ. ശഅബാൻ 15-ാം രാവ് അതവരെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രാത്രിയാണ് ലൈലത്തുൽ ഖദർ. അതുകൊണ്ടാണല്ലോ ലൈലത്തുൽ ഖദർ കണക്കാക്കുന്ന രാത്രി എന്നതിന് പേര് ലഭിച്ചിട്ടുള്ളത് ഒരു കാരണം. മറ്റൊന്ന് ലൈലത്തുൽ ഖദർ എന്ന വാക്കിന്റെ അർത്ഥം ഇടുങ്ങുന്ന രാത്രി എന്നാണ്, കുടുങ്ങിപ്പോകുന്ന രാത്രി എന്നാണ്. അതിനർത്ഥം എന്താണ്? ധാരാളം മലക്കുകൾ ഈ ഭൂമി ലോകത്തിറങ്ങി ഭൂമി ഒട്ടാകെ ഇടുങ്ങിപ്പോകുന്ന രാത്രിയാണ്. ഖദർ എന്നതിന് ഇടുങ്ങുക എന്നർത്ഥമുണ്ട്. ലൈലത്തുൽ ഖദർ എന്നതിന് മറ്റൊരർത്ഥം, ഖദർ എന്ന് പറഞ്ഞാൽ വലിയ ബഹുമാനം എന്നർത്ഥമുണ്ട്. വലിയ ബഹുമാനമുള്ള രാത്രി എന്നാണ്. അങ്ങനെയും ആ പറഞ്ഞതിനർത്ഥം പണ്ഡിതന്മാരെ വിവരിച്ചിട്ടുണ്ട്. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ആ ലൈലത്തുൻ നിസ്ഫി മിൻ ശഅബാൻ നല്ല ഇബാദത്തുകൾ വർദ്ധിപ്പിക്കേണ്ട രാത്രിയാണ്. ഖുർആൻ ഓതേണ്ട രാത്രിയാണ്. പടച്ചവനോട് ധാരാളം പ്രാർത്ഥിക്കേണ്ട രാത്രിയാണ്. ദുആക്ക് ഉത്തരം ലഭിക്കുന്ന രാത്രിയാണ്. ലോകത്ത് ചില മുടക്കികളുണ്ട്. നല്ലതെല്ലാം മുടക്കുക എന്നത് അവരുടെ ഒരു പരിപാടിയാണ്. അത് പുത്തൻവാദികളുടെ സ്വഭാവമാണ്. സുബ്ഹാനല്ലാഹ്, മരിച്ച വീട്ടിൽ നിന്ന് ഖുർആൻ ഓതുമ്പോ അതെങ്ങനെ മുടക്കാൻ കഴിയുമെന്നാണ് അവരാലോചിക്കുക. ഖബറിന്റെ അടുത്തുനിന്ന് ഖുർആൻ ഓതുമ്പോ അതെങ്ങനെ മുടക്കാൻ കഴിയുമെന്നാണ് അവരാലോചിക്കുക. ഹബീബ് നബി തങ്ങൾ ജനിച്ചതിന് സന്തോഷം പ്രകടിപ്പിച്ച് ഭക്ഷണം കൊടുക്കുമ്പോ അതെങ്ങനെ മുടക്കാൻ കഴിയുമെന്നാണ് അവരാലോചിക്കുക. അങ്ങനെ മുടക്കികളായ കുറെ ആളുകളെ അല്ലാഹു ലോകത്ത് വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ഏറ്റവും വലിയ മുടക്കിയുടെ പേരാണ് ഇബ്ലീസ് എന്ന് പറയുന്നത്. അവനതാ തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്നവനോട് ഇല്ല കുറച്ചും കൂടി സമയമുണ്ട് അവിടെ തന്നെ കിടന്നോന്ന് പറഞ്ഞ് മുടക്കുന്ന ഒരു മുടക്കിയാണ്. അതുപോലെ സുബ്ഹിക്ക് എഴുന്നേൽക്കുന്നവനോട് എഴുന്നേൽക്കാനായില്ല കുറച്ചും കൂടി കഴിഞ്ഞിട്ടാകാമെന്ന് പറഞ്ഞ് മുടക്കുന്ന മുടക്കിയാണ്. അങ്ങനെ അമലുകൾ മുടക്കുന്ന ഇബ്ലീസ്, ആ ഇബ്ലീസിന്റെ ഏജൻസി പണിയെടുക്കുന്ന കുറെ ആളുകൾ ഈ ഭൂമി ലോകത്തുണ്ട്. ആ ആളുകളെ സംബന്ധിച്ചാണല്ലോ ഖുർആൻ പ്രത്യേകം കാവല് ചോദിക്കാൻ ഒരു സൂറത്തിറക്കിയത്. ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് الذي يوسوس في صدور الناس من الجنة والناس.